ലോകത്തിലുള്ള എന്തിനോടെങ്കിലും വിരക്തി തോന്നിയതുകൊണ്ടോ, ലോകം ആകർഷകമല്ല എന്ന് തോന്നിയതുകൊണ്ടോ അല്ല വൈദികനായിട്ടുള്ള ഒരു വഴി തിരഞ്ഞെടുത്തത്. ലോകം വളരെ മനോഹരമായിരുന്നു. ഏറ്റവും പ്രിയപ്പെട്ടത് അതുവരെ ജീവിതത്തിൽ കണ്ടുകൂട്ടിയ സ്വപ്നങ്ങളും പദ്ധതികളും ഭാവിയെക്കുറിച്ചുള്ള കണക്കുകൂട്ടലുകളും ഒക്കെ തന്നെയായിരുന്നു. നല്ലൊരു കുടുംബം ഉണ്ടാകണം, ഒരു നല്ല ഗവേഷകനാകണം, എഞ്ചിനീയറിംഗ് മേഖലയിൽ നല്ലൊരു ഗവേഷകനാകണം എന്നൊക്കെ, ആ മേഖലയിലൊക്കെ പേരെടുക്കണമെന്നൊക്കെ വളരെ ശക്തമായ ഒരു ആഗ്രഹങ്ങളും സ്വപ്നങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഉപേക്ഷിച്ച് വരുന്നത് തീർച്ചയായിട്ടും ഒത്തിരിയേറെ വേദനയുള്ള ഒരു കാര്യം കൂടിയായിരുന്നു. എൻ്റെ വീട്ടിലുള്ള സെമിനാരിയിൽ ചേരുന്നതിനുള്ള അവസാന ദിവസങ്ങളിലൊക്കെ കട്ടിലിൽ ഉറക്കമില്ലാതെ ഇങ്ങനെ തിരിഞ്ഞും മറിഞ്ഞും കിടക്കുമായിരുന്നു. ഇനി ഈ കട്ടിലിൽ ഇങ്ങനെ കിടന്നുറങ്ങാൻ പറ്റുകയില്ലല്ലോ. അല്ലെങ്കിൽ ഈ സന്യാസ ഭവനത്തിലേക്കുള്ള യാത്രയിലൊക്കെ ഞാൻ ഇങ്ങനെ മനസ്സിൽ ആഗ്രഹിച്ചിരുന്നു, വണ്ടി ഒന്ന് ബ്രേക്ക് ഡൗൺ ആയി ഒന്ന് തിരിച്ചു പോകാൻ സാധിച്ചിരുന്നെങ്കിൽ, കുറച്ച് ദിവസം കൂടെ വീട്ടിലൊന്ന് ചിലവഴിക്കാൻ സാധിച്ചിരുന്നെങ്കിൽ, എങ്ങനെയെങ്കിലും ഈ യാത്ര മുടങ്ങിയിരുന്നെങ്കിൽ എന്നൊക്കെ ഒന്ന് ഭയവും പേടിയൊക്കെ ഉണ്ടായിരുന്നു. എങ്കിലും ദൈവമാണ് വിളിച്ചത്. ആ ഒരു ദൈവത്തിൻ്റെ പദ്ധതിയും ദൈവത്തിൻ്റെ ഒരു വഴി നടത്തലുമൊക്കെ വളരെ ശക്തമായി കൂടെ ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഈ 10 വർഷങ്ങൾ യാത്ര ചെയ്യാൻ സാധിച്ചതും ഒരു വൈദികനാകാൻ സാധിച്ചതും എന്നൊക്കെ ദൈവത്തിൻ്റെ വഴി നടത്തലുകളും ഫോർമേഷനും ഒക്കെ ശക്തമായിട്ടുണ്ടെന്ന് തന്നെയാണ് എനിക്ക് അനുഭവപ്പെട്ടിട്ടുള്ളത്.